നമസ്കാരം. അർമേനിയ അസർബൈജാൻ പോരാട്ടത്തിനിടയിൽ ഇന്ത്യൻ ആയുധങ്ങൾ കൂടിയെത്തിയതോടെ കളി മാറിയിരിക്കുകയാണ്. പാകിസ്ഥാനും തുർക്കിയുമാണ് അസർബൈജാന് ആയുധങ്ങൾ നൽകിയിരുന്നത്. അസർബൈജാന് അർമേനിയയ്ക്ക് മേൽ വലിയ വിജയങ്ങൾ നേടാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കളി മാറി. ഇന്ത്യൻ ആയുധങ്ങൾ അർമേനിയയ്ക്ക് ലഭിച്ചതോടെ അസർബൈജാൻ്റെ ചങ്കിടുപ്പ് കൂടിയിരിക്കുകയാണ്. അതിൽ അർമേനിയയുടെ പക്കലുള്ള ഡ്രോൺ കണ്ട് അസർബൈജാൻ തികച്ചും ഞെട്ടിയിരിക്കുകയാണ്. ഇസ്രായേൽ മുമ്പ് അസർബൈജാന് നൽകിയ ഡ്രോണിൻ്റെ അതേ മാതൃകയിൽ തന്നെയുള്ള ഡ്രോണായിരുന്നു അർമേനിയയുടെ കയ്യിൽ. അതായത് ഹരോബ് ഡ്രോണിൻ്റെ അതേ മാതൃകയിലുള്ള ഡ്രാഗൺ ഫ്ലൈ 3 ഡ്രോൺ തന്നെയാണ് അർമേനിയയുടെ പക്കൽ എന്നാണ് അസർബൈജാൻ്റെ വാദം. ഇത് ഇസ്രായേൽ മുമ്പ് അസർബൈജാന് നിർമ്മിച്ചു നൽകിയ അതേ ഡ്രോൺ തന്നെയാണ്. പക്ഷേ ഈ ഡ്രാഗൺ ഫ്ലൈ 3 ഡ്രോണിനെ കുറിച്ച് കൃത്യമായി പഠനം നടത്തിയ ഇസ്രായേൽ പറഞ്ഞത് ഇത് ഇസ്രായേൽ നിർമ്മിച്ചതല്ല എന്നതാണ്. എന്നാൽ അസർബൈജാൻ്റെ അങ്കലാപ്പ് ഇനിയും മാറിയിട്ടില്ല. അത് ഇന്ത്യ തന്നെ നൽകിയതാണ്, അല്ലെങ്കിൽ അതിലെ ചില ഘടകങ്ങൾ ഇന്ത്യ നിർമ്മിച്ചതാണ് എന്നാണ് അസർബൈജാൻ്റെ വാദം. എന്തായാലും ഇത് ഇസ്രായേൽ ഡ്രോണുകൾക്ക് തുല്യ ശക്തിയുള്ള അതേ ഡ്രോണുകൾ തന്നെയാണ്. അർമേനിയയിലെ ടവാര എന്ന കമ്പനിയാണ് ഡ്രാഗൺ ഫ്ലൈ 3 ഡ്രോണുകൾ നിർമ്മിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയാണ് ഇതിന് പിന്നിൽ എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അസർബൈജാൻ. എന്നാൽ ഈ ഡ്രോണുകൾക്ക് ഇസ്രായേലിൻ്റെ ഹരോബ് ഡ്രോണുകളുമായി സാമ്യം ഇല്ലതാനും. അങ്ങനെ ആകെ കൺഫ്യൂഷനായിരിക്കുകയാണ് അസർബൈജാൻ. ഇതോടെ തങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കനത്ത തിരിച്ചടി ഓർത്തുകൂടി അസർബൈജാൻ ഭയപ്പെട്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കാരണം ഇസ്രായേൽ മുമ്പ് നൽകിയ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് 2020 അർമേനിയക്കെതിരെ അസർബൈജാൻ വലിയ വിജയം നേടിയത്. എന്നാൽ ഈ വിജയം ഇനി നേടാൻ പറ്റില്ല, തങ്ങൾക്ക് വലിയ തിരിച്ചടി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് കണക്കുകൂട്ടിയിരിക്കുകയാണ് അസർബൈജാൻ. ഇത്തരം ആരോപണങ്ങൾക്കിടയിൽ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ എതിരെ ഇത്തരം ഹരോബ് ഡ്രോൺ ഉപയോഗിച്ചാണ് ഭീകര കേന്ദ്രങ്ങളൊക്കെയും അടിമുടി കീറി മുറിച്ചത് എന്നതും മറ്റൊരു സത്യമാണ്. ഇസ്രായേലിൻ്റെ ഹരോബ് ഡ്രോണിൻ്റെ തനി പകർപ്പ് തന്നെയാണ് ഇപ്പോൾ അർമേനിയയ്ക്ക് കിട്ടിയത്. ഇന്ത്യ വഴിയാണ് ഈ ഡ്രോണുകൾ അർമേനിയയ്ക്ക് കിട്ടിയത് എന്ന് അസർബൈജാൻ ഉറപ്പിച്ചു പറയുന്നു. ആരോപണങ്ങൾ ഇസ്രായേൽ തന്നെ നിഷേധിച്ചിട്ടുണ്ട്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉപയോഗിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് ഇസ്രായേൽ തീർത്തു പറഞ്ഞിരിക്കുകയാണ്. ഇത് ശരിക്കും ഇസ്രായേലിനെയും ഇന്ത്യയും തമ്മിൽ തെറ്റിക്കാനുള്ള ഗൂഢ പദ്ധതിയുടെ ഭാഗം കൂടിയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പാകിസ്ഥാനും തുർക്കിയുമാണ്. ഇന്ത്യ ആയുധ നിർമ്മാണ രംഗത്ത് വലിയ ശക്തിയായി മാറുന്നു. ഇന്ത്യ തങ്ങൾക്ക് വേണ്ടി മാത്രമല്ല മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി കൂടി ആയുധങ്ങൾ നിർമ്മിക്കുന്നു, അത് കയറ്റുമതി ചെയ്യുന്നു എന്നൊക്കെയുള്ള വാദഗതികളുമായിട്ടാണ് അസർബൈജാൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതിന് ഇസ്രായേൽ നൽകിയ മറുപടിയാണ് ഇവരെ വല്ലാത്ത അങ്കലാപ്പിലാക്കിയിരിക്കുന്നത്, വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ വാദഗതിക്ക് ഒരു പ്രസക്തിയും ഇല്ല എന്ന് തീർത്തും പറഞ്ഞ ഇസ്രായേൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ തെറ്റിക്കുക എന്ന പാകിസ്ഥാൻ്റെയും തുർക്കിയുടെയും അസർബൈജാനിൻ്റെയും പദ്ധതി ഇതോടെ പാളിയിരിക്കുകയാണ്. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിന് കൂട്ടുനിൽക്കുന്നത് തികച്ചും, അതായത് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള മുന്നോട്ടുള്ള പ്രോജക്റ്റുകളെല്ലാം അടിമുടി തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഇനി സൊമാലിയയിലേക്കും ആഫ്രിക്കൻ മേഖലയിലേക്കും കൂടി ഇന്ത്യ ഇസ്രായേൽ കൂട്ടുകെട്ടിൻ്റെ ശക്തി വ്യാപിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു ആരോപണം എന്നത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. അതോടൊപ്പം അസർബൈജാനിൽ അർമേനിയയ്ക്കും ഇടയിൽ ഇന്ത്യ കൂടി എത്തുന്നതോടെ അർമേനിയയ്ക്ക് യുദ്ധത്തിലൊരു സമ്പൂർണ്ണ വിജയം നേടാൻ പറ്റും, അസർബൈജാന് നേരെ ആധിപത്യം ഉറപ്പിക്കാൻ പറ്റും എന്നും അസർബൈജാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഒരു കടുത്ത ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ തെറ്റിക്കുക, ഭാവിയിലെങ്കിലും ഇന്ത്യ അർമേനിയയെ സഹായിക്കുന്നത് നിർത്തലാക്കുക എന്നതാണ് അസർബൈജാൻ്റെ ലക്ഷ്യം. എന്നാൽ പാകിസ്ഥാനും തുർക്കിയും സംബന്ധിച്ച ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ തെറ്റിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടിയുണ്ട്. കാരണം ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ തെറ്റിക്കുക എന്നാൽ ഇന്ത്യയും ഇസ്രായേലും മാത്രമല്ല അവിടെ നിന്ന് മാറുന്നത്, ഒപ്പം അമേരിക്കയും ഈ ഒരു കൂട്ടുകെട്ടിൽ നിന്ന് മാറുന്നു എന്നുള്ള കാര്യം കൂടി വരും. ഇങ്ങനെ ഇസ്രായേലും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ തെറ്റുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഒരു വലിയ അന്താരാഷ്ട്ര കൂട്ടുകെട്ടിന് ഇതോടുകൂടി വിരാമമാകും എന്നുകൂടി പാകിസ്ഥാനും തുർക്കിയും കണക്കൂട്ടുന്നു. എന്നാൽ ഇത്തരം ആരോപണങ്ങളും ഇത്തരം ചിന്തകളുമെല്ലാം അസ്ഥാനത്തായി മാറുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC
അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.